ഹലോ, നമുക്ക് ഇന്ന് ഈ ഒരു ഹോൾട്ടർ നെക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 7 ഇഞ്ച് വീതിയിലും 9 ഇഞ്ച് നീളത്തിലുള്ള ഈ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇത് ലൈനിങ്ങിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അതിനെ ഒന്ന് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ബാക്ക് പോർഷനിൽ കീ ഹോളൊക്കെ ഇട്ട് ചെയ്യുന്നവരാണെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്തിട്ട് തുടങ്ങാം. ഷോൾഡർ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് താഴേക്ക് ആം ഹോളും ഒരു 4 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു 4 ഇഞ്ച് വിട്ടിട്ട് വേണേൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സീം അലവൻസിന് വേണ്ടി. അതിനുശേഷം ഒരു 5.5 ഇഞ്ചിൽ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് ആ 2 ലൈനും കൂടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. താഴേക്ക് എത്രയാണോ വേണ്ടത് ആ ലെങ്ത്ത് ഒന്ന് എടുക്കാം. എനിക്കൊരു 8.5 ഇഞ്ചിലൊക്കെ മതിയാവും ടോപ്പിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഞാൻ ആ മുകളിലെ സീം അലവൻസ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് താഴേക്ക് എത്രയാണോ 8.5 എടുക്കുന്നുണ്ട്, ആ 8.5 ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടോപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇതൊരു 1 ഇയർ ബേബിയുടെ മെഷർമെൻറ്റാണ്. അപ്പം അത് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് താഴത്തെ ഷേപ്പ് ഒരു 5 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. സീം അലവൻസിന് വേണ്ടിയിട്ട് ഞാൻ 1 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇനി നെക്കിൻ്റെ ഭാഗത്തൊക്കെയുള്ള ആ മാർക്കിങ്ങിലേക്ക് പോകാം. ഷോൾഡറിൻ്റെ ആം ഹോളിൻ്റെ ആ മാർക്കിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. അത് നമുക്ക് ആദ്യം ആ ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് ഒരു 1.5 ഇഞ്ചിൽ നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കല്ലാതെ ഒരു ഷോൾഡർ ആ ഒരു ജോയിൻ്റ് ഉണ്ടല്ലോ അത്. അതിനുശേഷം അവിടെ നിന്ന് ഓരോ 1/2 ഇഞ്ച് വിട്ടിട്ട് ആദ്യത്തെ 1/2 ഇഞ്ചിൽ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് 3.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യാം. വീണ്ടും ഒരു 1/2 ഇഞ്ച് താഴേക്ക് 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് നമ്മളുടെ ആ ഒരു 5.5 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അവിടെ എത്തും. അതിനുശേഷം ഫ്രഞ്ച് കർവോ മറ്റും വെച്ച് അല്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് ആ നമ്മൾ ഡോട്ട് ചെയ്ത ആ ലൈനിലേക്ക് കൂടി ഒന്ന് ഈ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കണം. പിന്നീട് നെക്കിൻ്റെ അവിടെ നിന്ന് താഴേക്ക് 1 ഇഞ്ചിൽ നെക്ക് റൗണ്ടും ഒന്ന് ഒരു റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കാവുന്നതാണ്. അവിടെ നമുക്കൊരു കോളർ പോലെയുള്ള ഒരു പീസ് വരും ഹൾട്ടർ നെക്കിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ അതും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം. അതോടെ നമ്മുടെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നല്ല പീസിലേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് മുന്നേ ബാക്ക് പീസ് 2 പീസായിട്ട് ഓപ്പണിങ് ബാക്കിലായതുകൊണ്ട് അതൊന്ന് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് റീലായിട്ട് അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ പേജ് ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റീലിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അപ്ലോഡ് ചെയ്യാം.